വിഴിഞ്ഞത്തെ അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിലേക്ക്. മുഖത്തിൽ സർക്കാരിന്റെ അവകാശങ്ങൾ കുത്തക കമ്പനിക്ക് അടിയറ വെക്കുന്നതിനെയാണ് സിപിഐഎം എതിർത്തതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും നിലപാട് മുഖ്യമന്ത്രിയിലൂടെയാണ് ജനങ്ങൾ അറിയേണ്ടത്. എന്നാൽ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ഒളിച്ചു കളിക്കുകയാണ് വി.ഡി. സതീശനെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയെന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം. ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയേണ്ട കാര്യം വ്യക്തതയോടെ പറയുന്നതിന് പകരം മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചു. എന്നാൽ അദാനിയുടെ കള്ളക്കച്ചവടത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും വിമർശനം. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന വി.ഡി. സതീശൻ്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. വയനാട് മേപ്പാടി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വിദഗ്ധ ചികിത്സയും അടിയന്തര ധനസഹായവും അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണം. അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം വിഷയത്തെ രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.